ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 2 ദിവസം മുന്നേ ഒരു വിവാഹം ചർച്ച ചെയ്യണ്ടായി. മക്കളെല്ലാവരും ചേർന്ന് അമ്മയുടെ വിവാഹം നടത്തി കൊടുത്തു. നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അവർ നേരത്തെ തന്നെ നമുക്ക് പരിചയമുള്ള ഒരു ഫാമിലി ആയിരുന്നു. അപ്പോൾ ഈ വിവാഹം എന്ന് പറഞ്ഞാൽ മക്കൾ 2 പേരും, ഒരു പെൺകുട്ടി ആൺകുട്ടിയാണ്. അവർ ഒരു വിവാഹം കഴിച്ചു, ഒരാൾക്ക് ജോലിയായി, അവരൊരു നല്ല നിലയിലെത്തി കഴിഞ്ഞു. ഇനി ഒറ്റപ്പെട്ടിരിക്കുന്ന അച്ഛൻ നേരത്തെ മരിച്ചുപോയി, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അമ്മയ്ക്ക് ഒരു നല്ല ജീവിതം കിട്ടട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ ഇവർ വിവാഹം നടത്തി കൊടുത്തു. നല്ല കാര്യമാണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു സാധാരണ സംഭവമാണിത്. പല മാതാപിതാക്കളും ഒറ്റപ്പെട്ടു പോയ പല മാതാപിതാക്കളും മക്കളുടെ സമ്മതത്തോടെയും സന്തോഷത്തോടെയും കൂടെ വിവാഹം കഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അമ്മയെ വിവാഹം നടത്തി കൊടുത്തു എന്നുള്ളത് ഇവിടെയുള്ള എല്ലാ ചാനലുകളും കാര്യമായിട്ട് ആഘോഷിച്ച കാര്യമാണ്. കാരണം അമ്മ ഒറ്റയ്ക്കാണ്, മക്കൾ വിവാഹം നടത്തി കൊടുത്തു ഒക്കെ വലിയ കാര്യമായിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയും നമ്മൾ സാധാരണക്കാരും ഒക്കെ കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ നടന്ന സമയത്ത് വേറെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഇവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് എടുക്കുകയും ഈ അമ്മയ്ക്ക് വളരെ പ്രായം കൂടുതലാണ്, വിവാഹം കഴിച്ച ആൾക്ക് കുറച്ച് പ്രായമേ ഉള്ളൂ എന്നൊക്കെ ഉള്ളത് സർട്ടിഫിക്കറ്റൊക്കെ പുറത്തുവിട്ട് തെളിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അമ്മ എന്തോ 44 വയസ്സുള്ള വ്യക്തിയാണ്, വിവാഹം കഴിച്ച ആൾക്ക് 34 എന്തോ വയസ്സേ ഉള്ളൂ, അങ്ങനെയൊക്കെ വരികയുണ്ടായി. അപ്പോൾ അതിനിടയിൽ ഇവരെല്ലാവരും ഇൻ്റർവ്യൂ ചെയ്തു, കുറേ ചാനലുകാരെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ ഒരു ചാനലുകാരൻ വളരെ ക്രിഞ്ചായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടിയും 2 മക്കളോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പുതിയ അച്ഛനെ അച്ഛാന്ന് വിളിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അപ്പോൾ അവർ രണ്ടുപേരും മകൾ വളരെ നാണിച്ച് ചിരിക്കുകയൊക്കെ ചെയ്തു. മോൻ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയൊക്കെ ചെയ്തു, ഒരു അന്തം വിട്ട പോലെ ഇരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതിന് മുൻപ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് ഈ അച്ഛൻ വിളിക്കുകയോ ചോദിച്ച ആളെ അച്ഛനെ അവരെന്താ വിളിക്കുന്നത്, അവർ ആ ചാനലിൽ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ ഷൈജു അണ്ണൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രായത്തിൻ്റെ ന്യൂസ് വന്നപ്പോഴും ഒക്കെ അതൊക്കെ വളരെ ചർച്ചയാവും, അടിയിലൊക്കെ കമൻറ്റുകൾ വരും ഒക്കെ ചെയ്തിരുന്നു. കാരണം നമ്മളെ സമൂഹത്തിലെന്ന് പറഞ്ഞാൽ പ്രായമുള്ള സ്ത്രീ പ്രായം കുറഞ്ഞ ഒരാളെ വിവാഹം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ പോലെ ആലോചനയായിട്ട് വന്നതല്ല, അതെന്തോ ഒരു മോശം റിലേഷനോ അല്ലെങ്കിൽ അവർ നേരത്തെ പരിചയമുള്ളവർ, അത് അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് കമൻറ്റുകൾ, ഒരു മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ അടിയിൽ വരുന്നുണ്ട്. അതങ്ങനെ ശ്രദ്ധിക്കാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫാമിലിയെ നമ്മൾ നേരത്തെ അറിയും. 1 വർഷം മുൻപ് ഒരു അനാഥാലയത്തിൽ വളരുന്ന ഒരു പെൺകുട്ടി 18 വയസ്സായപ്പോൾ ആ അനാഥാലയത്തിൻ്റെ ഉടമ തന്നെ അവരുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. നിങ്ങൾ ഈ വാർത്ത അറിയുണ്ടാവും, ഇവരെയും അറിയുന്നുണ്ടാവും. അനാമിക എന്നായിരുന്നു പെൺകുട്ടിയുടെ പേര്. വിവാഹം കഴിച്ച വിഷ്ണു എന്ന് പറയുന്നൊരു പയ്യനാണ്. ഈ വിഷ്ണുവിൻ്റെ അമ്മ ഉദയഗിരിജ എന്ന് പറയുന്ന ലേഡിയാണ് ഈ അനാഥാലയത്തിൻ്റെ നടത്തിപ്പുകാരിയായിട്ടുള്ളത്. അവരാണ് ഈ വിവാഹം സന്തോഷത്തോടു കൂടെ നടത്തി കൊടുത്തത്. വളരെ ശ്രദ്ധിക്കപ്പെട്ട വാർത്തയായിരുന്നു അത്. അവരുടെ ഹസ്ബൻഡിൻ്റെ മെമ്മോറിയൽ എന്നുള്ള രീതിയിലാണ് അവർ ആ ചാരിറ്റബിൾ സൊസൈറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജിയോമാതാ കാരുണ്യ ഭവൻ എന്നാണ് അതിൻ്റെ പേര്. അവർക്കൊരു ചിൽഡ്രൻസ് ഹോമും ഉണ്ട്, ഓൾഡ് ഏജ് ഹോമും ഉണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു. വളരെ വാർത്തയായിരുന്നു അത്. ആ പെൺകുട്ടി അമ്മ നേരത്തെ മരിച്ചൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ വേറെ ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ അമ്മയുടെ അമ്മയായിരുന്നു ഈ കുട്ടിയെ നോക്കിയിരുന്നത്. അപ്പോൾ അവർക്ക് തീരെ വയ്യാതെ ആയ സമയത്ത് ആ കുട്ടിയെ നോക്കാൻ അവർക്ക് സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ആ പെൺകുട്ടിയെ അവർ ഈ അനാഥാലയത്തിലാക്കുകയാണ് ഉണ്ടായത്. അവിടെ വെച്ചിട്ട് ആ കുട്ടി വലുതായി വലിയ കുട്ടിയായപ്പോൾ, ഈ 18 വയസ്സ് പൂർത്തിയായപ്പോൾ അതിൻ്റെ ഉടമസ്ഥയായ ഈ ലേഡി മകനെ കൊണ്ട് ഈ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു. അന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പ്രശംസിക്കപ്പെട്ട ഒരു വാർത്തയായിരുന്നു അത്. നമ്മൾ അതുവരെ ആ ഒരു പ്രദേശത്ത് മാത്രം അറിയപ്പെട്ടിരുന്ന അനാഥാലയം കേരളം മുഴുവൻ പ്രശസ്തമായി തീർന്നു. അപ്പോൾ ആ വിവാഹം കഴിഞ്ഞു. അവർക്കൊരു യൂട്യൂബ് ചാനൽ, പൊതുവേ ഇപ്പോഴത്തെ ട്രെൻഡാണ്, പുതുതായിട്ട് വിവാഹം കഴിക്കുന്നു ഉടനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, അല്ലെങ്കിൽ പുതുതായിട്ട് വീട് വയ്ക്കുന്നു ഉടനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ യൂട്യൂബ് ചാനൽ അതോടുകൂടെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായിട്ട് മാറി. അനാമിക വിഷ്ണു എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിലൂടെ അവരവരുടെ എല്ലാ സന്തോഷങ്ങളും അവരുടെ വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാൻ തുടങ്ങി. അങ്ങനെ ഈ കുട്ടി പ്രഗ്നൻ്റ് ആയിട്ട് 5-ാം മാസമായപ്പോൾ ഇവർ വളകാപ്പ് നടത്തി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നു. 7-ാം മാസത്തിലല്ലേ വളകാപ്പ് നടത്തുക, നിങ്ങൾ എന്താണ് 5-ാം മാസത്തിൽ വളകാപ്പ് നടത്തിയെന്നൊക്കെ ഒരുപാട് കമൻറ്റ് വന്നു. അപ്പോൾ അവർ പറഞ്ഞു അവരവിടെ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അതങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പിന്നെ അതങ്ങ് പോയി. ആളുകൾ നെഗറ്റീവ് എന്ത് പറയുന്നു നോക്കി നടക്കുന്നവരാണല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെൺകുട്ടി 8-ാം മാസത്തിൽ പ്രസവിച്ചു. 8-ാം മാസമല്ല, 7-ാം മാസം ലാസ്റ്റ് ആയപ്പോൾ ഈ പെൺകുട്ടി പ്രസവിച്ചു. അത് പെട്ടെന്നുണ്ടായ ഡെലിവറി, മാസം തികയാതെ പ്രസവിച്ചു, സിസേറിയൻ ആയിരുന്നു. അത് കഴിഞ്ഞു ഒരു
2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവരെ ഡിസ്ചാർജ് ചെയ്തു, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. 7 മാസത്തിൽ ജനിച്ചൊരു കുട്ടി എന്ന് പറഞ്ഞാൽ വളരെ കെയർ വേണ്ട പ്രിമച്ചർ ബേബിയാണല്ലേ, വളരെ കെയർ വേണ്ട. നമ്മൾ പണ്ടൊക്കെ ഇൻക്യുബേറ്ററിൽ ഇട്ടിട്ട് നോക്കുന്ന കുട്ടി, അങ്ങനെയൊക്കെ അറിയുന്നൊരു കുട്ടി, അങ്ങനത്തെ ഒരു കുട്ടീനെ അവർ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ കുട്ടികളെ നമ്മൾ ഇൻഫെക്ഷൻ ഒന്നും വരാതെ വളരെ ശ്രദ്ധിച്ചാണ് കെയർ ചെയ്യുക. പല ആളുകൾ മാറി മാറി എടുക്കുകയൊന്നും ചെയ്യില്ല. ആർക്കെങ്കിലും ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അത് പകരാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഏതെങ്കിലും 1-2 ആളുകൾ, അമ്മ അല്ലെങ്കിൽ അത്ര അടുത്തുള്ള റിലേറ്റീവ്, അങ്ങനെയുള്ള ആളുകൾ മാത്രമായിരിക്കും ആ കുട്ടിയെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇവർ നിത്യമായിട്ട് വ്ളോഗ് ചെയ്യുന്ന ആളുകളാണ്. ഈ വിശേഷങ്ങളൊക്കെ അവർ വ്ളോഗിലൂടെ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടീനെ അവർ കാണിച്ചു. പിന്നെ കുട്ടീനെ എല്ലാവരും മാറി മാറി എടുക്കുന്നതും താലോലിക്കുന്നതും ഒക്കെ കാണിച്ചു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അറിയാലോ, എല്ലാവരും നെഗറ്റീവ് കമൻ്റ് ഇടാൻ മിടുക്കന്മാരാണ്, എന്താ കുറ്റം നോക്കിയിരിക്കുന്നവരാണ്. അപ്പോൾ ആളുകളൊക്കെ അതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടാൻ തുടങ്ങി. ഈ കുട്ടീനെ കണ്ടാൽ അത്ര പ്രിമച്ചറായിട്ട് തോന്നുന്നില്ല, ഇത് മാസം കഴിഞ്ഞ് പ്രസവിച്ച കുട്ടിയെ പോലെ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ എന്താണ് ഈ കുട്ടീനെ എങ്ങനെ അലസമായിട്ട് കൈകാര്യം ചെയ്യുന്നത്, അതിന് ഇൻഫെക്ഷൻ വരില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങൾ അവർക്ക് വന്നു. അതിനുശേഷം അവർ ഈ കുട്ടീനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു വീഡിയോ ഇട്ടു. അത് ഭയങ്കര ചർച്ചയായി. കാരണം ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മ എന്ന് വെച്ചാൽ ഈ ലേഡി ഉദയഗിരിജ എന്ന് പറയുന്ന ലേഡിയാണ് ആ കുട്ടീനെ എടുത്തതും താലോലിച്ചതും ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നതും ഒക്കെ. അത് സ്വാഭാവികമായിട്ട് സിസേറിയൻ കഴിഞ്ഞ് കിടക്കുന്ന ഒരു പെൺകുട്ടിക്ക് കുട്ടീനെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ പെൺകുട്ടിയെ തീരെ ഇവർ ശ്രദ്ധിച്ചില്ല, കുട്ടിയെ മാത്രം ശ്രദ്ധിച്ചു, ഈ പെൺകുട്ടിയെ അവഗണിച്ചു, ഈ കുഞ്ഞു കുട്ടിയുടെ അടുത്ത് ഈ അമ്മ കിടന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മോശം കമൻറ്റുകളും നെഗറ്റീവ് പേർക്ക് വന്നു. അതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നു. സോഷ്യൽ മീഡിയയിലൂടെ അല്ല, അവരുടെ ചാനലിലൂടെ തന്നെ അവർ പ്രതികരിച്ചു. അതേപോലെ അവർ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തും അതിനെക്കുറിച്ച് പറയുണ്ടായി. അവർക്ക് ഈ മകളെ വളരെ സ്നേഹമാണ്, അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ വിഷമങ്ങളൊക്കെ പറയുണ്ടായി. അത് കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവർ വിവാഹിതയായി. അവർ വിവാഹം കഴിച്ചു. അത് എല്ലാവരും വളരെ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും കണ്ട വാർത്തയായിരുന്നു. ഒറ്റപ്പെട്ടു പോകുന്ന അമ്മമാരൊക്കെ ഇങ്ങനെ, അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ ആവരുത്. ഇവരത്ര ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീയൊന്നുമല്ല. മരിച്ച ആളുടെ ഒരു മെമ്മോറിയൽ പോലെ ഒരു ശിലാഫലകമൊക്കെ അവരുടെ സ്ഥാപനത്തിലുണ്ട്. അതിൽ വ്യക്തമായിട്ട് അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ തന്നെ അദ്ദേഹത്തിന് തന്നെ ഒരു 45, 46, 47 വയസ്സേ ഉണ്ടാവുമായിരുന്നുള്ളൂ. അപ്പോൾ ഈ ലേഡിക്ക് അതിലും പ്രായം കുറവാണ്. സോഷ്യൽ മീഡിയ ഒരു പ്രായമുള്ള അമ്മയെ കല്യാണം കഴിപ്പിച്ചതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. 40, 45 വയസ്സൊന്നും ഒരു പ്രായമേ അല്ല. അപ്പോൾ ആ സ്ത്രീ വിവാഹം കഴിച്ച് അങ്ങനെ പോയി. വാർത്തകൾ വന്നു, ഫോട്ടോസൊക്കെ വന്നു, അതിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള കമൻറ്റുകൾ വന്നു. അദ്ദേഹത്തിനെ കുറിച്ച് എന്തൊക്കെയോ കമൻറ്റ് വന്നു, ഇവരെക്കുറിച്ച് കമൻറ്റ് വന്നു, ഇവരെ നന്മകളെക്കുറിച്ച് കമൻറ്റ് വന്നു. അങ്ങനെ വളരെ 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 കമൻറ്റുകളും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വന്നു. അവർ വീണ്ടും ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ, അവരുടെ സ്ഥാപനത്തിൽ മുൻപ് ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ രംഗത്ത് വന്നു. അപ്പോൾ അവർ പ്രധാനമായിട്ടും ഉന്നയിച്ച ഒരു ആരോപണം, അവരത് സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ വലിയ രീതിയിൽ എഴുതി ആ അലിഗേഷൻ അവർ പറഞ്ഞു. അതിങ്ങനെയായിരുന്നു. അവർ കൊറോണ കാലത്ത് ഈ സ്ഥാപനത്തിൽ, ഈ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറഞ്ഞുള്ള സ്ഥാപനത്തിൽ ജോലി തേടി പോവുകയുണ്ടായി. കൊറോണ സമയത്ത് അവർ ഒരു കലാകാരിയാണ്, അവർ പെയിൻറ്ററാണ്, അവർ ഈ മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു. അവർ ആ കൊറോണ സമയത്തിൽ അവർക്ക് വർക്കൊന്നുമില്ല, അധികം സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയത്ത് അവരൊരു പരസ്യം കണ്ടു. ഇങ്ങനെ ഒരു അനാഥാലയത്തിൽ ഒരു കെയർ ടേക്കർ ആവശ്യമുണ്ടെന്നുള്ളതായിരുന്നു പരസ്യം. അപ്പോൾ അവരതിന് അപ്ലൈ ചെയ്തു. അവർ ഇൻ്റർവ്യൂവിന് പോയി. അവരുടെ കൂടെ വേറൊരു പെൺകുട്ടിയും കൂടെ ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നു. അങ്ങനെ 2 പേരും അവിടെ ജോലിക്ക് കയറി. അപ്പോൾ ഇവർ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് തോന്നിയത് കൊണ്ട് അവർക്ക് അവിടെയുള്ള ഓൾനോളായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിർദ്ദേശം കൊടുത്തു. മറ്റേ പെൺകുട്ടീനെയും ജോലിക്കെടുത്തു. അവർ ഓൾഡ് ഏജ് ഹോമിലും ഇവരെ ചിൽഡ്രൻസ് ഹോമിലും അങ്ങനെ എന്തോ ആണ് ജോലിക്കെടുത്തു. അപ്പോൾ അവരവിടെ ജോലി ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് അവിടെ നടക്കുന്ന വിവേചനവും അവിടുത്തെ പ്രശ്നങ്ങളും അവർക്ക് മനസ്സിലായി. ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ജീവമാതാ കാരുണ്യഭവൻ എന്ന് പറഞ്ഞാൽ അടൂര് ഏഴംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഈ സ്ഥാപനം ഉള്ളത്. തോപ്പുംപാറ അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് ഈ സ്ഥാപനം ഉള്ളത്. ഈ അടൂരിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവരുടെ വീട് പത്തനാപുരമാണ്. അടൂരിനൊരു പ്രത്യേകത ഉണ്ട്, പത്തനാപുരത്തിന് പ്രത്യേകത ഉണ്ട്. പത്തനാപുരത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന, എല്ലാ ആളുകളും അറിയുന്ന ഒരു പ്രശസ്തമായിട്ടുള്ളൊരു ചാരിറ്റബിൾ സൊസൈറ്റി അല്ലെങ്കിൽ അനാഥാലയം നിലനിൽക്കുന്നത് ഗാന്ധി ഭവൻ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഗാന്ധി ഭവൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ചെറിയ രീതിയിൽ ഒരു ഭാര്യയും ഭർത്താവും മക്കളും ചേർന്ന് കൊണ്ടുപോയിരുന്ന ഒരു ചെറിയ സ്ഥാപനമായിരുന്നു. പക്ഷെ അവരുടെ പ്രവർത്തനം ഒരുപാട് പേരെ സഹായിക്കുന്നു. ഒരുപാട് പ്രായമുള്ള ആളുകളെ, കുട്ടികളെയൊക്കെ അവർ സംരക്ഷിക്കുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് ശ്രദ്ധ നേടി. അവർക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടി. യൂസഫ് അലി സാറൊക്കെ അവർക്ക് വലിയ ബിൽഡിങ്ങുകൾ, 1 കോടിയുടെ ബിൽഡിങ്ങും ഒക്കെ വെച്ചു കൊടുത്തു. അവിടെ ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ അവരെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ആ സ്ഥാപനം ഒരു വലിയ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നൊരു സ്ഥാപനമാണെന്ന്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പറയുന്ന ജീവമാതാ കാരുണ്യ ഭവനും ഉള്ളത്. അപ്പോൾ ഈ സ്ത്രീ അവിടെ ചെന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ
അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആ സ്ത്രീയുടെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി. അവരുടെ പേര് സന്ധ്യ പല്ലവി എന്നായിരുന്നു. അപ്പോൾ അവിടെ ജോലിക്ക് ചേർന്നപ്പോൾ തന്നെ അവർക്ക് അവിടെ നടക്കുന്ന അനീതികൾ മനസ്സിലായി. അവിടുത്തെ അന്തേവാസികളോട് വളരെ മോശമായിട്ടാണ് ഇവർ പെരുമാറുന്നത്. അവർ തീരെ കെയർ ചെയ്യുന്നില്ല. അവർക്ക് കുറച്ച് പണവും പ്രശസ്തിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിത് ഗാന്ധി ഭവൻ പോലെ ഒരു സ്ഥാപനമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സ്ഥാപനം നടത്തുന്നത് എന്നൊക്കെ ഇവർക്ക് സംശയം തോന്നി. അപ്പോൾ അവരവിടെ കണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്, അവിടെ ഒരുപാട് കിടപ്പ് രോഗികളൊക്കെ ഉണ്ട്. അവിടെ കൃത്യമായിട്ട് ഇവരെ ഒന്നും നോക്കാൻ ഒരു സ്റ്റാഫും ഇല്ല. ഭക്ഷണമൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് അന്നദാനമൊക്കെ ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്ന ഫുഡൊക്കെ കിട്ടും. അങ്ങനെ സ്പോൺസർ ചെയ്ത ഫുഡ് കിട്ടുന്ന ദിവസം ആ ഫുഡ് ബാക്കി വന്നതൊക്കെ ഇവർ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് 2-3 ദിവസം ആ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ 3 നേരം ഈ ബാക്കി വരുന്ന ഫുഡ് തിളപ്പിച്ചൂറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് കൊടുക്കാറില്ല. ഈ ഓൾഡ് ഏജ് ഹോമിലുള്ള പ്രായമുള്ള ആളുകൾക്കൊക്കെ ഈ മോശമായിട്ടുള്ള, അവർ പറയുന്നത് പുളിച്ച കഞ്ഞി എന്നൊക്കെയാണ് അതൊക്കെ കൊടുക്കാറുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഈ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന സ്ത്രീ അവിടെ ജോലിക്ക് ചെയ്യുന്ന സമയത്ത് അവരും ഈ ഫുഡ് തന്നെ കഴിക്കേണ്ടി വന്നു. അപ്പോൾ അവർക്കിത് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ തീരെ കെയർ ഇല്ലാതെ വൃത്തിയില്ലാതെയാണ് ഇവരൊക്കെ നോക്കുന്നത്. ഈ കിടപ്പ് രോഗികളൊക്കെ ഉണ്ട്, കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്ന രോഗികളൊക്കെ ഉണ്ട്. ഇവരെ നോക്കുന്നതും ഇവരെ വൃത്തിയാക്കുന്നതും അവിടുത്തെ തന്നെ വേറെ അന്തേവാസികളാണ്. അവിടെ അമ്പിളി എന്നുള്ള പേരുള്ള ഒരു നേഴ്സ്, പണ്ട് അവർ നേഴ്സായിരുന്നു. പക്ഷെ അവർക്ക് കുറച്ച് മാനസിക പ്രയാസങ്ങൾ, മനോരോഗം ഉള്ളത് കൊണ്ട് അവരെ ഫാമിലി അവരെ ഉപേക്ഷിക്കും. അവരും അവരുടെ 2 കുട്ടികളും ഈ അനാഥാലയത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ അമ്പിളി എന്ന് പറയുന്ന സ്ത്രീയെ കൊണ്ടാണ് അവിടുത്തെ കിടപ്പ് രോഗികളെയൊക്കെ പരിചരിക്കുന്നത്. എന്നാൽ ഈ അമ്പിളിക്ക് ആവശ്യമുള്ള സേഫ്റ്റിക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. ഒരു ഗ്ലൗസ് പോലും കൊടുക്കാതെ അവർ അവരുടെ കൈ കൊണ്ടാണ് അവിടുത്തെ മലവും മൂത്രവും ഒക്കെ വൃത്തിയാക്കുന്നത്. ഒക്കെ ഈ അവിടെ ജോലിക്ക് ചെയ്യുന്ന സന്ധ്യ എന്ന സ്ത്രീ കണ്ട് മനസ്സിലാക്കുന്നുണ്ടായി. അപ്പോൾ അവരതിൻ്റെയൊക്കെ കുറേ വീഡിയോസോ ഫോട്ടോസോ എന്തൊക്കെയോ എടുക്കുകയുണ്ടായി. എന്നിട്ട് ഈ ഭക്ഷണം കൊടുത്തതിനെ കുറിച്ചും ഒക്കെ അവർ പറയുന്നുണ്ട്, മോശം ഫുഡാണ് കൊടുത്തിരുന്നത്. പിന്നെ പുറമേയുള്ള ആളുകൾ ഈ അനാഥാലയം സന്ദർശിക്കുമ്പോൾ കൊടുക്കുന്ന നല്ല ഫുഡുകൾ, ഫ്രൂട്ട്സും സ്നാക്സ്, അങ്ങനത്തെ നല്ല ഫുഡുകളൊക്കെ കഴിക്കാൻ കൊണ്ടു കൊടുക്കുന്നതൊക്കെ അവർക്ക് ഒരു വലിയ PVC പൈപ്പ് അവരുടെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഉണ്ട്. അങ്ങനത്തെ നല്ല ഫുഡുകളൊക്കെ അവർ അതിലൂടെ ഇട്ടിട്ട് കളയും. എന്ന് വെച്ചാൽ അവരുടെ ആവശ്യങ്ങൾക്ക്, അവരുടെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അവരത് എടുക്കും. അവിടുത്തെ അന്തേവാസികൾക്കൊന്നും കൊടുക്കാറില്ല എന്ന് പറയുന്നു. അതേപോലെ അവിടെ വളരുന്ന ചെറിയ കുട്ടികളൊന്നും അവർ തീരെ കെയർ ചെയ്യാറില്ല. ആ കുട്ടികളൊന്നും പല്ല് പോലും തേക്കാറില്ല. നല്ല വസ്ത്രങ്ങൾ അവർക്ക് കൊടുക്കില്ല. അവർ വീടുകൾ തോറും നടന്നിട്ട് പഴയ വസ്ത്രം ശേഖരിച്ച് ആളുകളെ കൊണ്ട് ശേഖരിപ്പിച്ച് ഇവർക്ക് കൊടുക്കുന്നല്ലാതെ നല്ല വസ്ത്രങ്ങളൊന്നും കൊടുക്കാറില്ല, കൃത്യമായ ഫുഡ് കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് അവിടെ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ സ്ത്രീ ഒരു ദിവസം, ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ ഒരു ദിവസം ഈ ഉദയഗിരിജ എന്ന് പറയുന്ന സ്ത്രീയോട് അതിനെക്കുറിച്ച് ചോദിച്ചു. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ എന്താണ് ഇത്ര മോശം ഭക്ഷണമൊക്കെ ഇവർക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉദയഗിരിജ വളരെ ദേഷ്യത്തിൽ പെരുമാറിയും ഇവരോട് ഷൗട്ട് ചെയ്യും ഒക്കെ ചെയ്തു. ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ അവിടെ ചെന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ, ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ലായിരുന്നു. നമുക്കൊരു സ്ഥലത്ത് ഒരു അനീതി നടക്കുന്നുണ്ട്, അവിടെ നടക്കുന്നത് ശരിയല്ല വെച്ചാൽ നമുക്കിപ്പോൾ കുറേ കാലം അവിടെ ജീവിക്കൊന്നും വേണ്ട, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനും പറ്റിയെന്ന് വരും. എന്തായാലും ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ അവിടുന്ന് പുറത്തിറങ്ങി അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അത് കൊടുമൺ ആണെന്ന് കണ്ടു. അവരവിടെ പോയിട്ടൊരു പരാതി എഴുതി കൊടുത്തു. ഈ തെളിവുകളെല്ലാം കൊടുത്ത് അവരൊരു പരാതി കൊടുത്തു. അവർ തിരിച്ച് അവരുടെ വീട്ടിലെത്തി കൊടുമൺ സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന സ്ഥലം ഞങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലല്ല, അത് അടൂർ സ്റ്റേഷൻ്റെ പരിധിയിലാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ പരാതി കൊടുക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവർ അടൂർ സ്റ്റേഷനിലും പരാതി കൊടുത്തു. പിന്നീട് ഈ അടൂർ സ്റ്റേഷനിലേക്ക് ഇവരെ വിളിപ്പിക്കുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ അവിടെ ഉദയഗിരിജ എന്ന് പറഞ്ഞ സ്ത്രീയും അവരുടെ ബന്ധുവായിട്ടുള്ള പോലീസുകാരനും ഒക്കെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള പോലീസുകാരൊക്കെ വളരെ മാന്യമായിട്ട് പെരുമാറിയപ്പോൾ അവരുടെ ബന്ധുവായിട്ടുള്ള പോലീസുകാരെ ഇവരെ അടിക്കാൻ വരികയും വളരെ മോശമായിട്ട് പെരുമാറും ഒക്കെ ചെയ്തു. അപ്പോൾ ഇവർ അന്ന് തിരിച്ചു വന്ന ശേഷം സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ തെളിവുകളടക്കം വലിയൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റ് പിൻവലിക്കുകയാണെങ്കിൽ അവർക്കെതിരെയുള്ള കേസും പിൻവലിക്കാമെന്ന് ഇവരോട് പോലീസുകാർ പറഞ്ഞു. അപ്പോൾ ഇവർ ഈ സന്ധ്യ എന്ന് പറഞ്ഞ സ്ത്രീ ചോദിച്ചു, എനിക്കെതിരെ എന്ത് കേസാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ ഉദയഗിരിജ എന്ന് പറഞ്ഞ സ്ത്രീ ഇവർക്കെതിരെ അവിടുത്തെ ഒരു അന്തേവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്, അതിനു വേണ്ടിയാണ് നിങ്ങളെ വിളിപ്പിച്ചത്. ആ കേസ് പിൻവലിക്കണമെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുള്ള പോസ്റ്റുകളെല്ലാം പിൻവലിക്കണം എന്ന് പറഞ്ഞു. അവർ സാമ്പത്തികമായിട്ട് മോശമായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അവർക്ക് ഇതിനൊന്നും ഫൈറ്റ് ചെയ്യാനുള്ള ആ സമയത്ത് വിൽ പവർ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ആ ഒരു സ്റ്റാൻഡേർഡോ സമയമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ഈ സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകളെല്ലാം പിൻവലിക്കും ചെയ്തു. അങ്ങനെ ഇവർക്കെതിരെയുള്ള കേസ് പിൻവലിച്ചു എന്ന് പറയപ്പെടുകയും ചെയ്തു. അതങ്ങനെ കഴിഞ്ഞുപോയി. അതിനുശേഷം കുറേ
കഴിഞ്ഞിട്ട് ഒരു ദിവസം വരെ ഈ കേസിന് സിറ്റിങ്ങിന് വിളിച്ചു, ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു. എന്ന് വെച്ചാൽ ആ സ്ത്രീക്ക് എതിരെ കൊടുത്ത പരാതിക്ക് ചോദ്യം ചെയ്യാൻ, ആ പരാതി അവർ പിൻവലിച്ചിരുന്നു, അതിനെതിരെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, ഞാൻ ഈ ഓൾറെഡി ഈ കേസ് പിൻവലിച്ചതാണല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് വരുന്നത് ചോദിച്ചു. അപ്പോൾ ഈ ഉദയഗിരിജ എന്ന് പറഞ്ഞ സ്ത്രീയുടെ പേരിൽ ഇതേപോലെ ധാരാളം കേസുകൾ പലരും കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ നിങ്ങളെ വിളിച്ചതെന്ന് പോലീസ് സ്റ്റേഷനിൽ പറയുണ്ടായി. അപ്പോൾ ഈ സമയത്ത് ചങ്ങാതിക്കൂട്ടെന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ചാനലിന് ഇതിൻ്റെ എല്ലാ വിവരങ്ങളും തെളിവും കൊടുക്കുകയും ചെയ്തിരുന്നു. അവരോട് അന്വേഷിച്ച് റിപ്പോർട്ടായിട്ട് പോലീസിൻ്റെ സഹായമൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ സന്ധ്യ പറഞ്ഞ സ്ത്രീ ചെയ്തിരുന്നു. അപ്പോൾ ആ ചങ്ങാതിക്കൂട്ടെന്ന് പറയുന്ന ഇവരുടെ സ്ഥാപനത്തിൽ ചെന്ന സമയത്ത് അവർ പട്ടിയെ അഴിച്ചുവിട്ടു. അവിടെ 3-4 പട്ടികളുണ്ട്. അത് ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ ചുറ്റുമാണ് പട്ടിക്കൂടൊക്കെ ഉള്ളത്. അവരെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെയാണ് പട്ടിക്കൂടുള്ളത്. അപ്പോൾ ആ പട്ടികളെ അഴിച്ചുവിട്ട് ഈ ഓൺലൈൻ ചാനലുകാരെ പേടിപ്പിച്ചു. എന്നിട്ട് അവരെ കൊണ്ട് ആ കാരുണ്യഭവൻ വളരെ നല്ലതാണ് എന്നുള്ള രീതിയിൽ എന്തോ റിപ്പോർട്ട് കൊടുപ്പിക്കുകയും ചെയ്യണ്ടായി. അതിനെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. എന്തായാലും അന്ന് ഇതൊരു കേസും പ്രശ്നവും ഒക്കെ ആയ കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഈ സ്ത്രീ പൊതുവേ ഇവർക്ക് സ്വാധീനവും പണവും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ സ്ത്രീ പതുക്കെ നിശബ്ദയായി. അപ്പം ഇപ്പോൾ ഈ വാർത്ത വന്ന സമയത്ത്, ഇവരുടെ വിവാഹ വാർത്തയൊക്കെ വന്ന സമയത്ത് ഈ സ്ത്രീ വീണ്ടും രംഗത്ത് വന്ന് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും പറയണ്ടായി. അപ്പോൾ എല്ലാവരും ഈ പെൺകുട്ടി അനാമികയുടെ വിവാഹം കഴിഞ്ഞ് ഈ കുട്ടി പ്രസവിച്ച സമയത്ത് പറഞ്ഞ കാര്യമായിരുന്നു. ഈ പെൺകുട്ടി മാസം തികഞ്ഞു തന്നെയാണ് പ്രസവിച്ചത്. എന്ന് വെച്ചാൽ ഈ കുട്ടി അനാഥാലയത്തിലുള്ള സമയത്തെ ഗർഭിണിയായിരുന്നു. അങ്ങനെ ആണ് വിവാഹം നടത്തിയത് എന്നുള്ളതായിരുന്നു. അതിൽ അത്ര അസ്വാഭാവികത എന്ന് പറയാനില്ല. അവരുടെ മകൻ തന്നെയാണ് അവരെ വിവാഹം കഴിച്ചത്. അനാഥാലയത്തിൻ്റെ ഉടമസ്ഥയായിട്ടുള്ള ഗിരിജ എന്ന് പറഞ്ഞ ഉദയഗിരിജ എന്ന് പറഞ്ഞ സ്ത്രീ പറഞ്ഞിട്ടുള്ളത് അത്രയും എൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് അവൻ വിവാഹം കഴിച്ചു എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയുന്നത് ആ മകനായിരുന്നു ഈ വിവാഹം കഴിക്കാൻ താല്പര്യം, അമ്മയ്ക്ക് ഇഷ്ടമേ അല്ലായിരുന്നു, അവരൊരുപാട് എതിർത്തു. പിന്നെ ഈ കുട്ടി ഗർഭിണി ആയതുകൊണ്ട് മാത്രം വിവാഹം കഴിച്ചു കൊടുത്തതാണെന്നായിരുന്നു. അപ്പോൾ ഈ കുട്ടി 18 വയസ്സ് തികഞ്ഞ ഉടനെയായിരുന്നു വിവാഹം കഴിച്ചത്. അപ്പോൾ ഈ കുട്ടി ഗർഭിണിയായത് അതിന് മുൻപായിരുന്നു, 18 വയസ്സിന് മുൻപായിരുന്നു. അത് കേസ് പ്രായപൂർത്തിയാവാത്ത ആളെ പീഡിപ്പിച്ച കേസാണ് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചകൾ നടന്നു. അതിനെക്കുറിച്ച് പല ഡോക്ടർമാരൊക്കെ പോസ്റ്റുകൾ ഇട്ടു. ഈ കുട്ടി പ്രിമച്ചർ ബേബി അല്ല ഈ കുട്ടി പ്രസവിച്ചത്, മാസം ുള്ള ബേബിയെ തന്നെയാണ് പ്രസവിച്ചത്. അപ്പം ഇതിപ്പോൾ എന്താണ് പലരും പറയുന്നത്, ഇതെന്താണ് ഇത് ചർച്ച ചെയ്യാനുള്ള കാര്യം, ആ പെൺകുട്ടി അയാൾ വിവാഹം കഴിച്ചല്ലോ, പിന്നെ അപ്പോൾ അതിലെന്താ കുറ്റമുള്ളത് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു അനാഥാലയത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന പെൺകുട്ടികൾ ഒരു വിധത്തിലും സേഫ് അല്ല എന്നുള്ളത്, ഇങ്ങനെ ഈ പെൺകുട്ടി ഗർഭിണി ആയിട്ടുണ്ടെങ്കിൽ ആ അനാഥാലയത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ബാക്കിയുള്ള പെൺകുട്ടികളും സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല. ഈ പെൺകുട്ടീൻ്റെ കാര്യമായതുകൊണ്ട് ഇവരുടെ മകൻ ഇഷ്ടമായതുകൊണ്ടും വിവാഹം കഴിച്ചതാണ്. പക്ഷേ വേറെ പെൺകുട്ടികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഭയങ്കര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തെറ്റാണ്. ഇപ്പോൾ ഒരു റേപ്പ് നടക്കുന്നു, പിന്നീട് ആ റേപ്പ് ചെയ്ത ആൾ തന്നെ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു, അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണിത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചാലുള്ള കേസ് എന്താണെന്നറിയാം. അതെന്ത് പ്രണയമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അത് വലിയ കേസ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കുട്ടികളൊന്നും അനാഥ കുട്ടികളൊന്നുമല്ല, പാവപ്പെട്ട വീട്ടിലുള്ള കുട്ടികളെ ഏജൻറ്റുമാർ ചെന്നിട്ട് നല്ല സ്ഥലം താമസിക്കാൻ കിട്ടും, നല്ല ഫുഡ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് നിർബന്ധിച്ച് കൊണ്ടുവരുന്നതാണ് ഇങ്ങോട്ട്. അല്ലാതെ ഇത് അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥലമൊന്നുമല്ല. അവരിതിൻ്റെ പേരിൽ ഫണ്ട് തട്ടാനും ചാരിറ്റിയുടെ പേരിൽ ഫണ്ട് തട്ടാനും ഗാന്ധി ഭവൻ പോലെ വലിയൊരു സ്ഥാപനമായിട്ട് ഉയർന്നു വരാനുമുള്ള ശ്രമമാണ് എന്നൊക്കെ ഈ സന്ധ്യ പല്ലവി എന്ന് പറഞ്ഞ സ്ത്രീ ആരോപിക്കുന്നുണ്ട്. പലരും കമൻറ്റിലും ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടീനെ അവിടെ കണ്ടൊരു പെൺകുട്ടിയോട് നിങ്ങളെങ്ങനെയാണ് അവിടെ വന്നത് ചോദിച്ചപ്പോൾ സന്ധ്യ ചോദിച്ചപ്പോൾ എൻ്റെ ഒരു മാമൻ കൊണ്ടുവന്നു, വീട്ടിൽ വന്നിട്ട് അമ്മേനോടും അച്ഛനോടും പറഞ്ഞു അവിടെ നല്ല സ്ഥാപനമാണ്, അവിടെ പോയി താമസിച്ചാൽ പഠിപ്പൊക്കെ നടക്കുമെന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ക്യാൻവാസ് ചെയ്തും ഏജൻറ്റിനെ വെച്ചിട്ടും കുട്ടികളെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നടത്തുന്നൊരു സ്ഥാപനം, അതൊരു ശരിയായ നടപടിയല്ല. അനാഥ കുട്ടികളെ സംരക്ഷിക്കുകയല്ല അങ്ങനെയാണെങ്കിൽ അവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പെൺകുട്ടി തന്നെ, ഈ മകൻ കല്യാണം കഴിച്ച അനാമിക എന്ന് പറഞ്ഞ കുട്ടി തന്നെ ഈ സന്ധ്യ എന്ന് പറയുന്ന ലേഡി അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അന്നതൊരു ചെറിയ കുട്ടിയായിരുന്നു, 13-14 വയസ്സുള്ളൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് അന്ന് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്, ഞാൻ വീട്ടിൽ പോകാറുണ്ടെന്നായിരുന്നു ആ കുട്ടി പറഞ്ഞിരുന്നത്. തൽക്കാലത്തിന് ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പഠിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ആ കുട്ടി പറഞ്ഞിരുന്നതെന്നും ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ പറയുന്നുണ്ട്. എന്തായാലും ഇതെല്ലാവരും വളരെയധികം ചർച്ച ചെയ്യുന്നൊരു സബ്ജക്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം ഈ അനാഥാലയം എന്ന് പറയുന്നത് പണ്ട് മുതലേ അനാഥാലയത്തിൻ്റെ മറവ് എന്ന് പറഞ്ഞാൽ പണം തട്ടുക, അതേപോലെ അവയവ കച്ചവടം നടത്തുക, അതേപോലെ കുട്ടികളെ കയറ്റി അയക്കുന്ന
മാഫിയായിട്ട് പ്രവർത്തിക്കുക, അങ്ങനത്തെ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ട് അനാഥാലയം എന്ന് കേൾക്കുന്ന കാലം മുതലേ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇതെന്തായാലും അന്വേഷിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതും ഒരു വിഷയം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അവർക്കൊരു നല്ല ജീവിതം കിട്ടുകയല്ലേ വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അനാഥാലയത്തിൽ ജീവിക്കുന്ന നല്ല ജീവിതം കിട്ടാതെ പോകുന്ന എത്രയോ കുട്ടികളുണ്ട്, പീഡനത്തിനിരയാവുന്ന എത്രയോ കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. എല്ലാവർക്കും നന്ദി.